1201 ആണ്ട് കുംഭമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ വിവരിക്കുന്നത്. അതായത് മകരക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ആണ്. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും തിരുവോണ നക്ഷത്രവും അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യ പാതി ഭാഗവും ചേർന്നതാണ് മകരക്കൂർ എന്ന് പറയുന്നത്. 13/2/2026 മുതൽ 14/3/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ്. ബുധനും ശുക്രനും സൂര്യനും ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുന്നത് മൂലം വിദ്യ നേടിയിട്ടുള്ളവർക്കും പരിചയസമ്പന്നരായ തൊഴിലിൽ ഏത് തൊഴിലാണോ അതിൽ പരിചയസമ്പന്നതയുള്ള ആൾക്കാരുടെ അവരുടെ അടിസ്ഥാനത്തിൽ അവർക്ക് തീർച്ചയായിട്ടും ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല ജോലി, ബെറ്റർ ജോലി അവർക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഉള്ള ജോലിയിൽ നിന്നും ഉയരത്തിലേക്കുള്ള ജോലി അവർക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. അതുകൊണ്ട് ശ്രമിക്കുക. ഇനി നാൽക്കാലികളെ കൊണ്ട് ഉപജീവനം നടത്തുന്നവർക്ക്, അതിൻ്റെ നാൽക്കാലികളെ വാങ്ങി അതിനെ വളർത്തി വിൽക്കുന്ന ആൾക്കാർക്കും നല്ല ലാഭം അവർക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ കർഷകർക്ക്, അത് ക്ഷീര കർഷകർക്കായിരുന്നാലും സാധാ നാണ്യവിള തോട്ടവിള കർഷകർക്കായിരുന്നാലും നല്ല സാമ്പത്തിക നേട്ടം കിട്ടുന്ന ഒരു സമയമാണ്. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റിയ ജോഡിയെ കണ്ടുപിടിക്കുന്നതിന് വിവാഹമോ വിവാഹ നിശ്ചയമോ നടക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ വീടും വസ്തുക്കളും ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. മിക്കവാറും അത് പാർട്ടീഷൻ നടത്തി, നിങ്ങളുടെ പൂർവിക സ്വത്തുക്കൾ പാർട്ടീഷൻ നടത്തി കിട്ടുന്നതായിരിക്കാം എന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ ഓഹരിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങുന്നതിനും അല്ലെങ്കിൽ സ്ഥലം വാങ്ങിച്ച് വീട് നിർമ്മിക്കുന്നതിനും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. അവാർഡ് പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പരിഗണിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുമൂലം ഒരു ആദരിക്കൽ ചടങ്ങുകൾക്ക് നിങ്ങളെ ക്ഷണിക്കാനും സാധ്യതയുണ്ട്. ധനനഷ്ടം വരുന്ന വഴി കണ്ടെത്തുവാൻ സാധിക്കും. ഏതൊക്കെ രീതിയിൽ കൂടിയാണ് പാഴ് ചെലവുകൾ വരുന്നതെന്ന് കണ്ടുപിടിച്ച് അത് നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പല വഴിക്കും നിങ്ങൾക്ക് ധനലാഭം ഉണ്ടാക്കാനുള്ളൊരു സമയമാണ്. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ നിൽക്കുന്നതിനാൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ചില രോഗങ്ങൾ വന്നേക്കാം. മറ്റുള്ളവരുമായി കലഹം, പിണക്കമൊക്കെ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപകടങ്ങൾ വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ ദുർജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ട് നിർത്തുന്നതായിരിക്കും നല്ലത്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ തടസ്സം വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കുടുംബകലഹം വരാം, ധനനഷ്ടം വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. മോഷ്ടാക്കളിൽ നിന്ന് ഭയം വരാം. അതായത് മോഷ്ടാക്കൾ വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിച്ചുകൊണ്ട് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. 17/2/2026 സംഭവിക്കുന്ന സൂര്യഗ്രഹണം ചില മോശം കാര്യങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. വ്യക്തിത്വ പ്രതിസന്ധി വരാം. അത് വ്യക്തികളെ സംബന്ധിച്ചുള്ള പല രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാം. ശത്രു വർധനം ഉണ്ടാകാം. വാക്കുതർക്കങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. പലരുടെയും രാഷ്ട്രീയ ഭാവിയിൽ ദോഷം വരാം. ചില രോഗങ്ങൾ വരുന്നതിനും മാനസിക പിരിമുറുക്കം കൂടുന്നതിനും സാധ്യതയുണ്ട്. വരുമാനം കുറയാം. തൊഴിലിൽ പ്രതീക്ഷിച്ച വരുമാനം ലഭിക്കാണ്ട് വരാം. പിതൃസ്വത്തിന്മേൽ തർക്കം വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. വാദം എന്ന രോഗം വരുന്നതിന് സാധ്യതയുണ്ട്. ഹൃദയത്തിൻ്റെ അസുഖം വരാം. അംഗവൈകല്യം വരുന്നതിന്, അത് അപകടങ്ങൾ മൂലം അംഗവൈകല്യം വരുന്നതിന് സാധ്യതയുണ്ട്. വാഹനങ്ങളൊക്കെ സൂക്ഷിച്ച് ഓടിക്കുക. മുൻകരുതുകൾ എടുക്കുക. തർക്കത്തിന് പോകാണ്ടിരിക്കുക. അത് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങൾ നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കാം, പക്ഷേ മറ്റുള്ളവർ അംഗീകരിക്കാൻ തയ്യാറില്ലെങ്കിൽ അവിടെ തർക്കമുണ്ടാകും. അതുകൊണ്ട് അത് തർക്കിക്കാൻ പോകാണ്ടിരിക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വഴക്ക് നടക്കുന്ന സ്ഥലത്ത് മധ്യസ്ഥത പറയാൻ പോകരുത്. നിങ്ങൾക്ക് ഭയങ്കര രീതിയിലുള്ള അപകടം വരാൻ സാധ്യതയുണ്ട്. ഉപകാരം ചെയ്തിട്ട് ഉപദ്രവം വാങ്ങാതിരിക്കുക. ആളെ നോക്കി ഉപകാരം ചെയ്യുക. ചതി, വഞ്ചന ഇവ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ഇനി ഈ മകരക്കൂറിൽ ജനിച്ച നക്ഷത്രങ്ങൾ ഓരോന്നിൻ്റെയും വയസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി പ്രവചിക്കാൻ പോകുന്നത്. ഉത്രാട നക്ഷത്രക്കാരുടെയാണ് ആദ്യം പറയാൻ പോകുന്നത്. 10 വയസ്സ് വരെയുള്ള ഉത്രാട നക്ഷത്രക്കാർക്ക് ഒരു പരിധിവരെ നല്ല സമയമാണ്. കുടുംബത്തിൽ ധനം വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ വസ്തുവകകളോ വീടോ ഒക്കെ ലഭിക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. കാരണം ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്കും പാർട്ടീഷൻ ചെയ്തിട്ടായിരിക്കും ലഭിക്കുന്നത്. പുതിയ വീട്ടിൽ താമസിക്കുന്നതിനും ഒരു ഭാഗ്യം ഈ സമയത്തുണ്ട്. പിന്നെ ചെറിയ രോഗം, ഇത് ബാല്യകാലത്തുള്ളതായിട്ടുള്ള ആസ്മ, വലിവ്, ശ്വാസം മുട്ടൽ, കഫം പോലുള്ള രോഗങ്ങൾ ചില ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ സമയം വരാൻ സാധ്യതയുണ്ട്. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള ഉത്രാട നക്ഷത്രക്കാർക്ക് ഇവരിൽ ചിലർക്ക് ഒരു ചെറിയ സർജറി വേണ്ടി വരുന്നേക്കാം. ചില രോഗങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ ചെയ്യാത്ത തെറ്റുകൾക്ക് പഴി കേൾക്കേണ്ടതായിട്ട് വരാം.
അതുപോലെ അശ്രദ്ധ കാണിച്ച് മോശമാണെങ്കിൽ പോലീസ് പരാതിയും കോടതി നടപടികളൊക്കെ ഉണ്ടാവാനും ഒരു സാധ്യതയുണ്ട്. അതുമൂലം മാനസിക സംഘർഷവും ഉണ്ടായേക്കാം. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു ധനനാശം കാണുന്നുണ്ട്. അതിനാൽ ഈ സമയം ഒരു സാമ്പത്തിക അച്ചടക്കം പാലിക്കുക. അതായത് എല്ലാ കാര്യങ്ങൾക്കും ചിലവുകൾ ഒന്ന് ചുരുക്കുക. കാരണം പാഴ് ചിലവ് കംപ്ലീറ്റ് നിയന്ത്രിക്കുക. അത്യാവശ്യത്തിന് മാത്രം പണം ചെലവഴിക്കുക. അതുപോലെ തന്നെ പല ആപത്തുകളും ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. മാനസിക സംഘർഷം ഈ സമയം ഉള്ളതിനാൽ കൂട്ടുകാരുടെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരം ഒരു കാരണവശാലും ലഹരി സാധനങ്ങൾ ഉപയോഗിക്കരുത്. ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന് അടിമയാകേണ്ട ഒരു സാധ്യതയാണ് കാണുന്നത്. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ഉള്ളവർക്ക് അച്ചടക്ക ജീവിതം, സാമ്പത്തികപരമായും അല്ലാതെയും ജീവിതശൈലിയിലും അച്ചടക്കം പാലിച്ചവർക്ക് വളരെയധികം സന്തോഷിക്കുന്ന ഒരു സമയമാണ്. അവർക്ക് ധാരാളം അവരുടെ കഷ്ടപ്പാടെല്ലാം മാറി അവർക്ക് ധാരാളമായിട്ട് ധനം ലഭിക്കും, ഐശ്വര്യങ്ങൾ ലഭിക്കും, ദുഃഖമെല്ലാം മാറും, അവരെ ബുദ്ധിക്കൊരു സ്ഥിരത വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഈ സമയം ഗുണങ്ങൾ ഒരുപാട് കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ ചില മാനഹാനി, അപമാനം വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ആരും ഒരു കെണിയിൽ വീഴ്ത്താണ്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടി വരുന്നൊരു സമയമാണ്. അശ്രദ്ധ കാണിച്ചാൽ പോലീസ് കേസ്, കോടതി നടപടികളൊക്കെ വരാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ സമയം ദമ്പതിമാരാരെങ്കിലും ഒരാൾ മരണപ്പെടുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതിൻ്റെ ദുഃഖവും എല്ലാം കൊണ്ടുണ്ടാകാം. അതുപോലെ പ്രതീക്ഷിച്ചിരുന്ന ചില കാര്യങ്ങൾ നടക്കാണ്ട് വരാം. ഈ സമയത്ത് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോകുന്നതിനും ഒരു സാധ്യതയുണ്ട്. ചിലപ്പോൾ മക്കൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇനി ഒരാളായിട്ട് ഇവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. 70 വയസ്സിന് മുകളിലോട്ടുള്ളവർക്കാണെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്ന ഒരു സമയമാണ്. നേരത്തെ നടക്കാണ്ടിരുന്ന ആഗ്രഹം അത് സാധിക്കുന്നൊരു സമയമാണ്. അവർക്ക് അവരുടെ രോഗങ്ങൾ, ചെറിയ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ വരുമെന്നല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യത കാണുന്നില്ല. പിന്നെ അതുപോലെ ഭക്ഷ്യ വിഷബാധ ഏക്കാണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത തിരുവോണ നക്ഷത്രക്കാരുടെയാണ് പറയാൻ പോകുന്നത്. 8 വയസ്സ് വരെയുള്ള തിരുവോണ നക്ഷത്രക്കാർക്ക് ചെറിയ രീതിയിലുള്ള ഒരു സർജറി നടന്നേക്കാം. ചില രോഗങ്ങൾ ശല്യപ്പെടുത്തുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. ശ്വാസം മുട്ടൽ, അലർജി, കഫം, അങ്ങനെയൊക്കെയുള്ള ചില ഉപദ്രവം ഉണ്ടാക്കുക. അതുപോലെ രക്തത്തിൽ അണുബാധ വരാൻ ഒരു സാധ്യതയുണ്ട്. അച്ഛനും അമ്മയും തമ്മിൽ വഴക്കിട്ടിട്ട് ആരെങ്കിലും പിണങ്ങിപ്പോകാനോ അതല്ലെങ്കിൽ അവർ ബന്ധം വേറെ പിരിയാനോ സാധ്യതയുണ്ട്. അതും അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് ആരെങ്കിലും ഒരാൾ, അച്ഛനും അമ്മയും ആരെങ്കിലും ഒരാൾ വിദേശ രാജ്യത്ത് ആയിരിക്കാം. അതുകൊണ്ടുള്ള ഒരു വേർപാടും ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതെല്ലാം വളരെ ശ്രദ്ധിക്കുക. അതുപോലെ അഗ്നിയിൽ നിന്ന് തീപ്പൊള്ളലേക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അഗ്നിയിൽ നിന്നും കറണ്ടിൽ നിന്നൊക്കെ വളരെ ശ്രദ്ധിക്കുക. 8 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക് ധർമ്മകാര്യങ്ങൾക്ക് മുടക്കം വരാം. പൂജ, ദാനം, ധർമ്മമൊക്കെ മുടക്കം വരുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അത് വീട്ടിലുള്ളവർ മുടക്കിയിരുന്നാലും അത് വരാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അച്ഛനമ്മയൊന്നും മുടക്കാണ്ടിരിക്കുക. അതുപോലെ ബന്ധുക്കൾക്ക് ഒക്കെ ഒരു ആപത്ത് വരുന്നതിന് സാധ്യതയുണ്ട്. ഈ സമയം ദൂരെ യാത്ര ചെയ്യുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ എല്ലാവരുമായി ഒരു കലഹം വരുന്നതിനും ഒരു സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ അതുമൂലം പോലീസ് പരാതികൾ, കോടതി നടപടികളൊക്കെ ഉണ്ടാവാനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ സഹോദരങ്ങൾക്കോ ഉറ്റ ബന്ധുക്കൾക്കോ അപകടങ്ങൾ വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. ഒന്നീ മരണമോ അല്ലെങ്കിൽ കോമ സ്റ്റേജിലൊക്കെ പോകുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. 26 വയസ്സ് മുതൽ 42 വയസ്സ് വരെ ഉള്ളവർക്ക് അനുഭവിച്ച എല്ലാ ദുഃഖങ്ങൾക്കും എല്ലാ കഷ്ടപ്പാടുകൾക്കും എല്ലാം അവർക്ക് പരിഹാരമായി ഗുണഫലങ്ങൾ ലഭിച്ചു തുടങ്ങുന്ന ഒരു സമയമാണിത്. അതിന് പരിഹാരമായി അവർക്ക് വളരെ നേട്ടങ്ങൾ ലഭിക്കുന്നു. വിവാഹം പറ്റിയ ഇണയെ കണ്ടുപിടിച്ച് വിവാഹം നടത്താം. നല്ല സ്വഭാവമുള്ള ഒരു ഇണയെ അവർക്ക് ലഭിക്കുന്നതിനൊരു ഭാഗ്യവും കൂടി ഈ സമയത്തുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും നല്ല മിത്രങ്ങൾ, നമ്മുടെ ജീവിതകാലത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും കൂടി നിൽക്കുന്ന, ഉപേക്ഷിക്കാത്ത നല്ല മിത്രങ്ങളെയും ലഭിക്കാം. അതുപോലെ ആരോഗ്യം നല്ല രീതിയിലാകാം. ശത്രുക്കളുടെ ശല്യങ്ങൾ നിങ്ങൾക്ക് മാറിക്കിട്ടിയിട്ട് ഗുണകരമായിട്ട് വരാനും ഒരു സാധ്യതയുണ്ട്. സന്താന ഭാഗ്യങ്ങളും ഉണ്ടാകാം. 42 വയസ്സ് മുതൽ 61 വയസ്സ് വരെ ഉള്ളവർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് ഒരു സമയമുണ്ട് ഈ സമയത്ത്. അതുകൊണ്ട് പോലീസ് പരാതികളോ കോടതി നടപടികളോ ഒക്കെ വരാൻ ശ്രദ്ധിക്കുക. അതുപോലെ ആരും സഹായത്തിനില്ലാത്ത ഒരു അവസ്ഥ വന്നേക്കാമെന്ന് മാനസികമായി തോന്നുമെങ്കിലും തീർച്ചയായും നിങ്ങൾക്ക് ആവശ്യം വരുമ്പം ആൾക്കാർ സഹായത്തിനായിട്ട് നിങ്ങളെ അടുത്ത് വരും.
അതുപോലെ നമ്മുടെ പെരുമാറ്റം മോശമാണെങ്കിൽ മിത്രങ്ങളും ശത്രുക്കളാകാനും സാധ്യതയുണ്ട്. അതുപോലെ ധനം വരവിന് കോട്ടം തട്ടാണ്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇണയുടെ വേർപിരിയലോ അല്ലെങ്കിൽ മരണമോ ഒരു ദുഃഖമുണ്ടാക്കാം. 61 വയസ്സ് മുതൽ 78 വയസ്സ് വരെയുള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച ദുഃഖങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കെല്ലാം അവർക്ക് പരിഹാരം ലഭിക്കുന്നു. അതുകൊണ്ട് അവർക്ക് മനഹാനി എല്ലാത്തിനും പരിഹാരം ലഭിക്കുന്നു. അവർക്ക് ധനം ധാരാളമായി ലഭിക്കുന്നു. അവർക്ക് മനസ്സമാധാനം ലഭിക്കുന്നു. അതുപോലെ തന്നെ ആരോഗ്യവും നല്ല രീതിയിൽ പോകുന്നു. മറ്റുള്ള എല്ലാ ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്നു. ചെറിയ ചെറിയ രോഗങ്ങൾ ഉണ്ടാവുമെങ്കിൽ തന്നെയും അതൊന്നും ഒരു പ്രശ്നമല്ലാണ്ടായിത്തീരുന്നു. അടുത്ത അവിട്ടം നക്ഷത്രക്കാർക്കുള്ള ഫലങ്ങളാണ് പറയുന്നത്. 18 വയസ്സ് വരെ ഉള്ളവർക്ക് ബന്ധുജനങ്ങളിൽ ആർക്കെങ്കിലും മരണമോ മരണത്തിന് തുല്യമായിട്ടുള്ള ഒരവസ്ഥയോ വരെ കോമ സ്റ്റേജിലൊക്കെ പോകേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. സാധ്യത മാത്രമാണ്. എല്ലാത്തിനും ഒരു ഭയം വരാം. എന്തിനേയും ഒരു ഭയം വരുന്ന ഒരു സമയമാണ്. നാട്ടിൽ നിന്ന് അന്യദേശത്തേക്ക് മാറി താമസിക്കുന്നതിനും ഒരു സാധ്യതയുണ്ട്. അച്ഛനും അമ്മയുടെ സ്ഥലം മാറ്റം കൊണ്ട് ചിലപ്പം മക്കൾക്ക് മാറേണ്ട ഒരു സാധ്യത വന്നേക്കാം. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെ ഉള്ളവർക്ക് ഉന്നത വിദ്യാഭ്യാസം, അതായത് അവർ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ നല്ല ഒരു നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കാനുള്ളൊരു ഭാഗ്യമുണ്ട്. അതുപോലെ തന്നെ പ്രതീക്ഷിച്ചതിലും ഒരുപടിയെങ്കിലും മുകളിൽ കിട്ടുന്ന നല്ലൊരു തൊഴിൽ ലഭിക്കുന്നതിനും അവർക്ക് സാധ്യതയുണ്ട്. അതുമൂലം ധനനേട്ടമുണ്ടാകാം. അന്തസ്സുള്ള ഒരു ജീവിത ശൈലിയും അതുപോലെ തന്നെ അവർക്ക് പറ്റിയ ഒരു ജോഡിയെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കാനും സന്താന ഭാഗ്യവും നല്ല മിത്രങ്ങളെ ലഭിക്കാനും അവർക്ക് ഭാഗ്യമുണ്ട്. 34 വയസ്സ് മുതൽ 53 വയസ്സ് വരെ ഉള്ളവർക്ക് ചില അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരാം. അറിയാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായിട്ട് വരാനുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കുക. ഇണയുടെ വേർപാട് ഒരു ദുഃഖമുണ്ടാക്കാം. സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോയി താമസിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് മുൻകാലങ്ങളിലെ ഉള്ള ആപത്തുകളും കഷ്ടപ്പാടുകളും മനോവിഷമങ്ങളെല്ലാം അവർക്ക് മാറി മനസ്സന്തോഷവും ശാരീരിക സുഖവും എല്ലാം ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ബുദ്ധി നേരെ രീതിയിൽ ചിന്തിക്കുന്നതിനും അവർക്ക് സാധിക്കുന്നു. ഡിപ്രഷൻ മുതലായ മനോവിചാരങ്ങളെല്ലാം പൂർണ്ണമായി ഭേദമാകുന്നു. 70 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് പേരക്കുട്ടികൾക്ക് മക്കൾക്കൊക്കെ ചെറിയ ചെറിയ രോഗങ്ങൾ വരും എന്നുള്ളത് ഒഴിച്ചാൽ വേറെ ഒന്നും മോശമായിട്ട് കാണുന്നില്ല. അവർക്ക് അശ്രദ്ധ കാണിച്ചാൽ ധനനാശം വരാം. അതുകൊണ്ട് ഇവർ നിക്ഷേപിച്ചിരിക്കുന്ന സമ്പാദ്യങ്ങൾ അത് നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല ബാങ്ക് അല്ലെങ്കിൽ അവർക്ക് ആവശ്യത്തിന് തിരിച്ച് കിട്ടാത്തൊരവസ്ഥ ചിലപ്പോൾ ഉണ്ടായേക്കാം. അത് നല്ല സ്ഥാപനമാണെങ്കിൽ തിരികെ കിട്ടും. ഒന്നും കാണുന്നില്ല. 77 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ബന്ധുക്കളെല്ലാം കൂടി ഒത്തുചേർന്ന് നിങ്ങളുടെ ജന്മനാൾ പൂജകളും മറ്റു ആഘോഷങ്ങളെല്ലാം നടത്തുന്നതിന് സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ധാരാളം സമ്പത്തും മറ്റ് ഐശ്വര്യങ്ങളെല്ലാം ലഭിക്കുന്നു. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന കൂടി ആവശ്യമായി വരുന്നു. നിങ്ങൾക്ക് പൂജാപരമായോ ജ്യോതിഷപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന കുംഭമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങളും ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.